ഹലോ എവരി വൺ, ഞങ്ങൾ ഡനാങ് എത്തി. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞങ്ങൾ ഹോച്ചിമിനിലായിരുന്നു. അപ്പോൾ നമ്മൾ വിയറ്റ്നാമിൽ വരുമ്പോൾ 4 സ്ഥലമാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലമാണ് ഡനാങ്. അപ്പോൾ ഞങ്ങൾ ഇതേ ടാക്സി ഇറങ്ങി എയർപോർട്ടിൽ നിന്ന് തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ. എന്നിട്ട് ഞങ്ങൾ എന്നിട്ട് ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി ഞങ്ങൾ. കാരണം നാളെ രാവിലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവാം, ബനാ ഹിൽസ് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമുക്ക് എവിടെയായിരുന്നു നമ്മൾ സ്ഥലത്തിൻ്റെ പേര്? ഡനാങ്. പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഡനാങ്ങിൽ നമ്മൾ അധികം നേരം ഉണ്ടാവില്ല. സോ നമ്മൾ ഇന്നത്തെ രാത്രി വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. നമ്മളൊരു അടുത്തുള്ളൊരു ക്ലബിൽ പോകാമെന്ന് വിചാരിച്ചു. സമയം ഇവിടെ ഓൾമോസ്റ്റ് 12:30 അറൗണ്ട് ദയർ. ഇതായിരുന്നു ഞങ്ങൾ പോയ ക്ലബ്ബ്. ഇവിടെ നൈറ്റ് ലൈഫ് കുറവായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഞങ്ങൾ പോയ സ്ഥലത്തിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമായിരുന്നു. ഈ പാട്ടൊക്കെ ഇട്ട് മിനി മ്യൂസിക്കൊക്കെ കേട്ടിരിക്കാൻ നല്ല വൈബായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി. ഇതായിരുന്നു ഞങ്ങളുടെ ഹോട്ടൽ, മിൻറ്റ് ഹോട്ടൽ. എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ബനാ ഹിൽസിലോട്ട് പോവാണ്. പോണ വഴി ഒരു ഒടുക്കത്തെ മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ പോണ വഴി അധികം പെയ്തില്ല, പക്ഷെ ദൂരെ നല്ല കാർമേഘമൊക്കെ കാണായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഓൾറെഡി വെതർ ഓർത്തിട്ട് കുറച്ച് വറീഡായിരുന്നു. കാരണം വിയറ്റ്നാമിൽ ഞങ്ങൾ വന്ന് പെട്ട ആ സമയത്ത് വെതർ അത്ര അടിപൊളിയല്ല എന്ന് കേട്ടെ. എവിടെയെങ്കിലുമൊക്കെ മഴ പെയ്ത് പണി കിട്ടുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഹായ്, ഞങ്ങളുടെ ആ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു രാവിലെ തന്നെ. എന്നിട്ട് നമ്മൾ ടാക്സി എടുത്ത് ബനാ ഹിൽസിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ മെർക്യൂർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം അങ്ങോട്ടേക്ക് കേബിൾ കാർ വഴിയേ പോകാൻ പറ്റും. സോ നമ്മൾ തോക്തിയൻ അങ്ങനെ കണ്ടോ സ്റ്റേഷൻ്റെ വരും. ആ സ്റ്റേഷനിൽ നിന്നാണ് കേബിൾ കാർ എടുക്കേണ്ടത്. അവിടെ തന്നെ ഈ ഹോട്ടലിൻ്റെ ഒരു ഡൗൺ ഹിൽ ഫ്രണ്ട് ഡെസ്ക് ഉണ്ട്. സോ നമ്മൾ അവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ആൻഡ് ദെൻ നമുക്ക് കേബിൾ കാറിൻ്റെ നമ്മളവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസ് കിട്ടും കേബിൾ കാറിന്. അത് നമ്മളതൊക്കെ കളക്ട് ചെയ്തു. ദിസ് പ്ലേസ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. ഇതാണ് നമ്മളുടെ ഹോട്ടലിൻ്റെ ഡൗൺ ഹിൽ ഫ്രണ്ട് ഡെസ്ക് എന്നുള്ള കേബിൾ കാർ എൻട്രൻസ്. നമുക്ക് മാത്രമായിട്ടൊരു കേബിൾ കാറിൻ്റെ ക്യൂബിക്കിൾ കിട്ടി, വേറെ ആരും. ഈ കേബിൾ കാറിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഗൂഗിളിൽ വായിച്ചത് ഇതിന് ഒരു സമയത്ത് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയായിരുന്നു, വേൾഡ്സ് ലോങ്ങസ്റ്റ് നോൺ സ്റ്റോപ്പ് സിംഗിൾ ട്രാക്ക് കേബിൾ കാർ ആയിട്ട്. പക്ഷെ ഇപ്പോഴും അത് റെലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ദെൻ ഈ റൈഡ് കുറച്ച് അധികം ദൂരം ഉണ്ടായിരുന്നു. നമ്മൾ വന്ന് ഇറങ്ങി കേബിൾ കാറിൽ. നമ്മൾ ബനാ ഹിൽസിൽ വന്നേക്കുന്നത് ഫ്രഞ്ച് വില്ലേജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ശരിക്കും പേര് പോലെ തന്നെ കണ്ടിട്ട് സ്ഥലം ഏഷ്യ ആണെന്നേ തോന്നില്ല. ശരിക്കും ഒരു യൂറോപ്യൻ സ്ഥലം പോലെ തന്നെ. ഫ്രഞ്ച് ആൾക്കാർ കോളനൈസ് ചെയ്ത സമയത്തൊക്കെ ബിൽഡ് ചെയ്ത ബിൽഡിങ്സ് ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ഫ്രഞ്ച് ആർക്കിടെക്ചറും എല്ലാം ഒരു യൂറോപ്യൻ വൈബ്സ് ആയിരുന്നു. ഈവൻ വെതറും കുറച്ച് കൂളൊക്കെയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കേബിൾ കാർ വന്ന് ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ എൻട്രൻസ്. ഞങ്ങൾ ആക്ച്വലി കുറച്ച് ഏർലിയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എല്ലാ ഹോട്ടലും കുറച്ച് ഏർലി ആയിട്ട് എത്താറ്. എന്നിട്ട് അവസാനം നമ്മളവിടെ പെട്ടിയൊക്കെ വെച്ച് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിച്ചൊന്ന് ചെക്ക് ഇൻ ചെയ്യലാണ് ഞങ്ങളുടെ സ്ഥിരം പരിപാടി. ഇവിടെ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് ഈവൻ ഹോട്ടലിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ബിയറിൻ്റെ കൂപ്പണൊക്കെ കിട്ടിയായിരുന്നു. ഇവിടെ കുറേ എന്താ പറയുക കടകളുണ്ട് ഫുഡ് വാങ്ങിക്കാൻ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് അവിടെ ഉള്ളൊരു കൗണ്ടറിൽ പോയി പേ ചെയ്ത് കഴിഞ്ഞ് അവർ നമുക്ക് ഈ സാധനം തരും. എന്നിട്ട് അവർ നമ്മുടെ ടേബിളിലോട്ട് ഫുഡ് സെർവ് ചെയ്തോളും.
നമ്മൾ 2 മണിക്കായിരുന്നു നമ്മുടെ ചെക്ക് ഇൻ. അപ്പം നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. ഈ റൂമിന്റെ വ്യൂ കടലായിട്ടുണ്ട്. Reception đó, vô mình key, new key. Reception, vô reception new key. ശരിക്കും യൂറോപ്പിൽ പോയ പോലെ അല്ലേ? ആ തണുപ്പുണ്ട്. ഓട നടക്കണ എന്ത് രസാ. മറ്റേ ഗോൾഡൻ ബ്രിഡ്ജിന്റെ കൈ പോലെ ഉണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്കൊരു പൊടി മഴയൊക്കെ കിട്ടിയെങ്കിലും സ്ഥലം കാണാൻ അടിപൊളിയായിരുന്നു. ഈ ആർക്കിടെക്ചറും ഈ പൂക്കളും ഏരിയ മൊത്തത്തിൽ നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഏരിയ. കാരണം ഒരു 4-5 മണി വരെ വൈകുന്നേരം ഇവിടെ പബ്ലിക്കിന് ആക്സസിബിൾ ആണ്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആകെ ഉള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഞാൻ നേരത്തെ കാണിച്ച കേബിൾ കാറാണ്. അത് അടയ്ക്കും. അപ്പോൾ അതിന് മുമ്പ് ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് പോകേണ്ടി വരും. അപ്പോൾ ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമാണ് പിന്നെ ഈവനിങ് ടൈം കഴിഞ്ഞാലും ഇതൊക്കെ ആക്സസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അറിവിൽ ആകെ ഉള്ള ഇവിടുത്തെ ഹോട്ടൽ നമ്മൾ താമസിച്ച മെർക്യൂർ ഹോട്ടലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെയൊക്കെ തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടെ റൂം ചെയ്ത് സ്ഥലമൊക്കെ ആസ്വദിക്കാമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇതിനകത്ത് ഏതൊരെണ്ണമാണ് ഞങ്ങളുടെ റൂമിൽ നോക്കാത്ത നേരത്ത് ഈ വ്യൂ ഉണ്ടായിരുന്നു. അന്യായ തണുപ്പാണ്, സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുന്ന സമയത്ത് എബിൻ്റെ മൈൻഡിൽ വേറൊരു പ്ലാനും കൂടി ഉണ്ടായിരുന്നു. ഞാൻ അതും കൂടെ കാണിക്കാം. അങ്ങനെ ഡയമണ്ട് റിങ് കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ക്യാബറേ ഷോ നടക്കണ്ടായിരുന്നു. ക്യാബറേ ഷോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ അത് നേരിട്ട് കാണാനും കൂടെ പറ്റി. നമ്മൾക്ക് ഇവിടെ കയറിയപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊരു ഷോർട്സ് വന്നു. അത് കഴിഞ്ഞ് ഇവിടെ മാസ്കറേഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളതെടുത്ത് വെച്ച് ആ പരിപാടിക്ക് വരിക്കാം.
രാവിലെ തന്നെ ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ഒടുക്കത്തെ തണുപ്പായിരുന്നു കൊണ്ടാരം. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുക. നമ്മളിവിടെ ആൽപൈൻ കോസ്റ്റർ എന്ന് പറഞ്ഞൊരു റൈഡ് കണ്ടു. അതുപോലെ 3 റൈഡുണ്ട്, 3 റോളർ കോസ്റ്റർ പോലെ. നമ്മളവിടെ വന്നേക്കുക. നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ ക്യൂ ചെയ്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ശിവനെ കാലിലോട്ടം ചരിച്ച് താഴോട്ടാക്കി. കൈ തട്ടല്ലേ? ഓരോ റൈഡും കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതാ ഈ ഏരിയയിലോട്ടാണ് വന്ന് ചെല്ലണേ. ഒരു ഇൻഡോർ കുറച്ച് ഗെയിംസ് ഒക്കെ ഉള്ള ഒരു ഏരിയ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടുത്ത റൈഡുള്ള എൻട്രൻസിൽ പോയിട്ട് വീണ്ടും ക്യൂ നിൽക്കണം. ബാക്കി രണ്ടാമത്തെ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുക. വെരി നൈസ്. അങ്ങനെ ആൽപൈൻ കോസ്റ്ററിലെ 3 റൈഡും കഴിഞ്ഞിട്ട് നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. അത് ഇവിടെ നിന്ന് വേറെ ഒരു കേബിൾ കാർ എടുത്തുകൊണ്ട് വീണ്ടും പോകണം. എന്തായിരുന്നു താഴെ നമ്മൾ കേബിൾ കാർ എടുത്താണല്ലോ ഫ്രണ്ട്സ് വില്ലേജിലോട്ട് വരണേ. അപ്പോൾ ഈ കേബിൾ കാറും ആക്ച്വലി ഗോൾഡൻ ബ്രിഡ്ജിലോട്ട് നമ്മൾ വീണ്ടും വേറെ കേബിൾ കാർ എടുക്കണം. ആ കേബിൾ കാർ ഫ്രീ ആണ്. രണ്ടാമത് വീണ്ടും പേ ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതും കൂടെ ഇൻക്ലൂഡഡ് ആണ്. കേബിൾ കാർ കയറി വീണ്ടും നമുക്കൊരു പ്രൈവറ്റ് ക്യാബിൻ എന്താ പറയാ കേബിൾ കാർ തിരക്കുന്നുണ്ടായിരുന്നല്ലോ വിചാരിച്ച പോലെ. കണ്ടിട്ട് കയ്യൊക്കെ ഉണ്ടോ? ഇവിടെ ക്രൗഡ് ഉണ്ട്, ഉദ്ദേശിച്ച പോലെയല്ല. ഇത്ര ചെറുതാന്ന് വിചാരിച്ചില്ല. ഞാൻ വെച്ച് ഭയങ്കര വലിയ സാധനമായിരിക്കും. കയ്യിലെ മിനിയേച്ചർ തന്നെ അപ്പൊ അവിടെ ഇരിക്കണം. ക്രൗഡഡ് ആണല്ലോ. നമുക്ക് നടന്നു നോക്കാം. വിചാരിച്ചതിന് ചെറിയ ബ്രിഡ്ജായിപ്പോയി, പക്ഷെ ക്ലൗഡ് ഇസ് വെരി നൈസ്. ഇവിടെ നല്ല രസമുണ്ടവേ. ഫ്ലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ക്ലൗഡ് കാണില്ല, അതുപോലെ എന്താ ഫ്ലൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ക്ലൗഡ്സ് കാണുന്ന പോലെ തോന്നുന്നു. ഇവിടെ ഈ ബ്രിഡ്ജ് അല്ലാണ്ട് എന്തോ ഫ്ലവർ ഗാർഡനോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ വഴി പോയാലാണെന്ന്. ഫ്ലവർ ഒന്നും കാണുന്നില്ലല്ലോ. ഫ്ലവർ ഗാർഡൻ അല്ലേ ഏരിയ? ആ അപ്പൊ അധികം ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉള്ളതായിരുന്നു ഫ്ലവർ ഗാർഡൻ. ഇതാണ് ഫ്ലവർ ഗാർഡൻ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നില്ലല്ലോ.
ഡിസൈൻ. അവിടെ പോയിട്ട് വരാം. ബുദ്ധൻ ദൂരെന്ന് കണ്ട ബുദ്ധൻ അടുത്തുനിന്ന്. നമ്മൾ ഗോൾഡൻ ബ്രിഡ്ജിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് അടുത്തുള്ള ഫ്ലവർ ഗാർഡനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോവാം. അപ്പോഴത്തേക്കും അവിടുത്തെ തിരക്ക് കുറേ വിചാരിച്ചിരുന്നത്. പക്ഷെ ഫ്ലവർ ഗാർഡൻ എൻലെസ് ആണ്. കുറേ നമ്മൾ നോക്കി അല്ല കണ്ട് വീണ്ടും അങ്ങോട്ടും വഴി ഇങ്ങോട്ട് വഴി കുറേ ഉണ്ട്. എന്നിട്ട് തീരണില്ല. ഇനി തിരിച്ച് ഗോൾഡൻ ബ്രിഡ്ജിലോട്ട് എങ്ങനെയാണ് പോകേണ്ടത്? ഗോൾഡൻ ബ്രിഡ്ജ് കണ്ട് ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആയെങ്കിലും ഇവിടെ വന്നുള്ള ഈ മേഘവും വെരി റിലാക്സിങ്, വെരി നൈസ്. ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടി ഇങ്ങോട്ട് കേബിൾ കാർ എടുത്ത് വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഇതാണ്. ഈ സ്റ്റെപ്പിലിരുന്ന് ഈ ക്ലൗഡും ഈ തണുപ്പും ഈ മ്യൂസിക്കും എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാൻ പറ്റും. ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. നടന്നല്ലേ നമ്മൾ വന്നേ. ഇങ്ങനെ അടുത്താളിങ്ങനെ നോക്കുമ്പോൾ ഫുൾ മേഘം. വെരി നൈസ്. ഇതാ ചിക്കൻ മീസാണോ? ഫ്ലവർ ഗാർഡനൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് വന്നു. തിരക്ക് കുറയുന്നുള്ള വിശ്വാസത്തിൽ എവിടെ നിന്ന് തിരക്കിന് വലിയ പണിയൊന്നുമില്ല. പക്ഷെ എന്നാലും കുറച്ചൊക്കെ പറഞ്ഞെന്ന് പറയാം. ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ വേഗം അവിടെ നിന്ന് കേബിൾ കാർഡ് തിരിച്ചു പോയി. കേബിൾ കാർഡ് തിരിച്ചു പോകാൻ നേരത്താണെങ്കിൽ ഫുള്ള് മേഘം. ഏതോ സ്വർഗത്തിലോട്ട് പോകുന്ന പോലെയുള്ള ഒരു പോക്കായിരുന്നു. ഈ ട്രിപ്പിൻ്റെ ഇടയിൽ വേറൊരു സ്പെഷ്യൽ ഡേയും കൂടി ഉണ്ടായിരുന്നു. എബിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഭയങ്കര സെലിബ്രേഷൻ ഒന്നുമില്ല, ഈ ട്രിപ്പ് തന്നെയാണ് നമ്മുടെ സെലിബ്രേഷൻ. അതുകൊണ്ട് നമ്മൾ റിസപ്ഷനിൽ പറഞ്ഞിട്ട് ഞാനൊരു സർപ്രൈസായിട്ടൊരു കേക്ക് ഓർഡർ ചെയ്തു. അത് കോംപ്ലിമെൻ്ററി ആയിട്ട് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നൊരു ഡിന്നറിന് പോവാം എന്നാണ് നമ്മുടെ പ്ലാൻ. കടമടലൊക്കെ പിടിച്ചു എല്ലിനെ പിടിച്ചു വേണോ? എബിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ നമ്മള് ഡിന്നറിന് ഇവിടെ ഒരു ബുഫേക്ക് വന്നേക്കുവാ. നമ്മൾ നേരത്തെ ക്യാബ് ഷോ കാണാൻ വന്ന സ്ഥലമില്ല, സെയിം സ്ഥലത്താണ് ഈ ബുഫേ നടക്കുന്നത്, വേറെ വേറെ ഫ്ലോറിലായിട്ട്. ഇത് കിടിലൻ ബുഫേ ആയിരുന്നു. ഓൾമോസ്റ്റ് 40 ഡിഷസ് അല്ലേ, അങ്ങനത്തെ അല്ലേ? എനിക്ക് കണ്ടിട്ട് അതിൽ കൂടുതലുള്ളല്ലോ. നീ വെരി വർത്ത് ഇറ്റ് ആൻഡ് അധികം എക്സ്പെൻസീവ് അല്ല. വിത്ത് ദ വ്യൂ. ഇവിടെ എന്തോ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. ഡിന്നർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നും കൂടെ ഈ സ്ഥലം ഒന്ന് കാണാൻ ഇറങ്ങി. കാരണം നാളെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് പോവാണ്. ഈ സ്ഥലം വിട്ട് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല, കാരണം അത്ര രസമായിരുന്നു ഈ സ്ഥലം.
പക്ഷേ ഞങ്ങൾ ഓൾമോസ്റ്റ് ഈ സ്ഥലം കവർ ചെയ്തു. എല്ലാം അത്ര വലിയ ഏരിയ ഒന്നും അല്ല ഈ ഫ്രഞ്ച് വില്ലേജ്. പക്ഷെ ഞങ്ങൾ ഈ ഒരു സ്ഥലം മാത്രം കവർ ചെയ്യാൻ വിട്ടുപോയി. ഇതൊരു കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് പൊക്കത്തെ ഏതൊരു ദൈവത്തിൻ്റെ ആരാധനാലയം പോലെ ഏതോ ഒരു സംഭവമാണ്. തണുപ്പാണെങ്കിൽ സഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലുണ്ടായിരുന്ന ഒരു ടവലെടുത്ത് പുതച്ചാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ മക്യൂർ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ഞങ്ങളിത് ഇവിടെ റിസപ്ഷനിൽ പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 7 മണിക്ക് തന്നെ ഇറങ്ങി കേബിൾ കാർ എടുത്ത് താഴെ പോയി അവിടെ നമുക്കൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഹോട്ടലിൽ പറഞ്ഞിട്ട്. ആൻഡ് ആ വണ്ടിയിൽ ഞങ്ങൾ എയർപോർട്ടിൽ പോകും. ആൻഡ് ദെൻ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഹനോയിലോട്ട് ഫ്ലൈറ്റ് ഉണ്ട്. നമ്മുടെ 3rd നമ്മൾ കവർ ചെയ്യുന്ന സ്ഥലം ഇൻ വിയറ്റ്നാം ഹനോയ് ആണ്. രാവിലെ തന്നെ നമ്മൾ ഹനോയിലോട്ട് പോവുകയാണ് ഇവിടുന്ന്. ഇന്നലെ രാത്രി ഈ സ്ഥലം ഇനി കാണില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഭയങ്കര വിഷമമായിട്ട് ഞങ്ങൾ ഉടുക്കത്ത് തണുപ്പായിരുന്നു. പക്ഷെ എന്നാലും പുതച്ച് കൂടി ഇവൻ തോർത്തൊക്കെ എടുത്ത് പുതച്ചിട്ട് ഞങ്ങൾ ഈ വില്ലേജ് ഫ്രഞ്ച് വില്ലേജ് കൂടെ നടന്ന് കറങ്ങി. വാസ് വെരി നൈസ്. അപ്പോൾ ബൈ ഫ്രഞ്ച് വില്ലേജ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നിറങ്ങിയ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്നായിരുന്നില്ല ഞങ്ങളുടെ റിട്ടേൺ കേബിൾ കാർ. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ഡിസ്റ്റൻസ് തന്നെ ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ്. ഞങ്ങൾ കേബിൾ കാർ എടുത്ത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്കിനി ഹനോയിൽ വെച്ച് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.